അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 8-ലെ 7th ലെസണായ ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സിലെ എക്സസൈസ് 7.1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് വൺ മുതൽ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് ക്യൂബ്? അപ്പോൾ പെർഫെക്റ്റ് ക്യൂബ് അല്ലാത്തത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്താണ് ഓരോന്നും പ്രൈം ഫാക്ടറൈസേഷൻ വഴി ചെയ്ത് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് വൺ ചെയ്തിടാം. ഫസ്റ്റ് വൺ 216. സോ 216 നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 108 2 54 2 27 3 9 3 3. ഓക്കെ, അപ്പോൾ 2 ഒരു സെറ്റ് കിട്ടി, 3യും ഒരു സെറ്റ്. അപ്പോൾ എന്താണ്? യെസ്, 26 is a perfect cube. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം: 2 × 2 × 2 × 3 × 3 × 3. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തതും പേപ്പറിൽ കാണണം. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് വൺ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ യെസ് അല്ലേ? പെർഫെക്റ്റ്, നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ എഴുതേണ്ട, കാരണം നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്, ഇത് പെർഫെക്റ്റ് ക്യൂബാണ്. അപ്പോൾ ആൻസർ യെസ് ആണ്. സോ നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. 128 അല്ലേ? 128 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 64 2 32 2 16 2 8 2 4 2 2. ഗ്രൂപ്പ് ചെയ്യാം. 3 വെച്ച് 3 3 ഇല്ല, ഒരു 2 എക്സ്ട്രാ ഇല്ല ഇവിടെ. അപ്പം എന്താണ്? ആൻസർ വിൽ ബി നോ അല്ലേ? നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്, അങ്ങനെ ഇതാ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ്? 1000. ഓക്കെ, 1000 ചെയ്യാം. 2000, that is 500. Then with 2 250, 2 125, 5 25, then 5 5. ഓക്കെ, ഗ്രൂപ്പ് ചെയ്യാം. 1 2. നമുക്ക് 2 ഗ്രൂപ്പ് കിട്ടി അല്ലേ? 2ൻ്റെ ഒരു ഗ്രൂപ്പും 5ൻ്റെ ഒരു ഗ്രൂപ്പും. സോ ദ ആൻസർ ഇസ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ് അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് 100. ഓക്കെ, 100 നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 50 2 25 5 5. ഓക്കെ, ഇതിൽ നമുക്ക് ഒന്നും 3 വെച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വൺ, അതിലെ 5th ആൻസർ ചെയ്യാം. 46,656. ഓക്കെ, 46,656. ഓക്കെ, ഇതൊരു വലിയ പ്രൈം ഫാക്ടറൈസേഷൻ ആയിട്ടായിരിക്കും വന്നത്. സോ നമുക്കിവിടെ ചെയ്യാം, കാരണം ബിഗ് നമ്പറാണ്. 2 വെച്ചാണ് പോകുന്നത്. 2 2 3 3 2 8. Then 2 1 1 6 6 4 2 5 8 3 2. Then 2 2 9 1 6. Then 2 1 4 5 8. Then 2 7 2 9 with 3. 2 4 3 3 81 3 27 3 9 3 × 3. സോ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് നോക്കാം. ഒരു ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ് ആൻഡ് ഫോർത്ത് ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് എല്ലാവരും എന്തായി കിട്ടി? ഗ്രൂപ്പ് ചെയ്ത് കിട്ടി. 3 3 വെച്ചുള്ള ഗ്രൂപ്പ് ചെയ്ത് കിട്ടി. സോ അവർ ആൻസർ ഇസ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ് അല്ലാത്തത് നമുക്ക് മാർക്ക് ചെയ്യാം. ആൻസറിൽ ഏതൊക്കെയായിരുന്നു നോ കിട്ടിയത്?
ഇത് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബാണ് 128 അല്ലേ, നമുക്ക് സർക്കിൾ ചെയ്യാം. അതേപോലെ 100 നോട്ട് എ പെർഫെക്റ്റ് ക്യൂബാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എന്ത് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ എന്താണ് പെർഫെക്റ്റ് ക്യൂബ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യാം. ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ മസ്റ്റ് ബി മൾട്ടിപ്ലൈ ടു ഒബ്റ്റെയിൻ എ പെർഫെക്റ്റ് ക്യൂബ്. മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഏത് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്കൊരു പെർഫെക്റ്റ് ക്യൂബിനെ കിട്ടുക എന്നുള്ളത്. നമ്മൾ എന്താണ് എക്സാമ്പിൾ പ്രോബ്ലംസിൽ സിമിലർ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്തതാണ്. സോ നമുക്ക് ഈ ബാക്കിയുള്ളത് നമ്മൾ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ആണ് 2 4 3. ഓക്കെ, നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 4 3 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ദിസ് ഇസ് 3 81 3 27 3 9 3 3. അപ്പോൾ 2 4 3 എന്ന് പറഞ്ഞാൽ 3 × 3 × 3 × 3 × 3 അല്ലേ, 3 5 ടൈംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ചെയ്യാൻ 3 ഉണ്ട്, ഒരു 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടി വേണം. സോ നമുക്ക് എഴുതണം, സോ 3 മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് to get a perfect cube. Okay, ഇനി നമുക്ക് സെക്കൻഡ് വൺ ചെയ്യാം. 2 5 6. ഓക്കെ, 2 5 6 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 128 2 64 2 32 2 16 2 8 2 4 2 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. 2 × 1 2 3 4 5 6 7 8 8 ഉള്ളൂ. 2 × 2 × 2 × 2 × 2 × 3 3. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തും കൂടി ആഡ് ചെയ്യണം. നമുക്ക് 2 എണ്ണം കൂടി എക്സ്ട്രാ ഉണ്ട്. ഈ എക്സ്ട്രയുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണമെന്നല്ല ചെയ്യുന്നത്. അപ്പോൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, സോ 2 മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് ക്യൂബ്. ഓക്കെ, ഇനി തേർഡ് വൺ ചെയ്യാം. 72 അല്ലേ, തേർഡ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ 72. സോ 72 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 2 36 2 18 2 9 3 3. ഓക്കെ, അപ്പോൾ 2 × 2 × 2 × 3 × 3. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് ഇതിൻ്റെ കൂടെ 3 ആണ്. സോ 3 മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് ക്യൂബ്. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ. 675 അല്ലേ, 675 നമുക്ക് ഇവിടെ ഫാക്ടറൈസ് ചെയ്യാം. 675. ഓക്കെ, ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 3 225 3 75 3 25 5 5. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 3 × 3 × 3 × 5 × 5 അല്ലേ. 3 നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ 5 ഇല്ല. അപ്പോൾ ഇവിടെ എക്സ്ട്രാ എന്താ വേണം, 5 കൂടി വേണം. സോ 5 ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് ക്യൂബ്. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ 100 അല്ലേ.
100. നമുക്ക് ഇവിടെ തന്നെ ഫാക്ടറൈസ് ചെയ്യാം. 100 നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. 100 ഏതാണ്? 2, 50, 2, 25, 5, 5. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 × 2 × 5 × 5 അല്ലേ? ഇവിടെ 2ഉം ഒരെണ്ണം കുറവാണ്, 5ഉം ഒരെണ്ണം കുറവാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു 2ഉം ഒരു 5ഉം ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മൾട്ടിപ്ലൈ ചെയ്തെങ്കിലാണ് ഈ 100നെ നെക്സ്റ്റ് ഒരു പെർഫെക്റ്റ് ക്യൂബായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. സോ 10 ഷുഡ് ബി മൾട്ടിപ്ലൈഡ് to get a perfect cube. Okay. Smallest number by which each of the following number must be divided to obtain a perfect cube. So എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ 81. ഇതും ഈ സെയിം ടൈപ്പ് നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ ചെയ്തതാണ്. ഓക്കെ, ആ സെയിം മെത്തേഡ് തന്നെയാണ്. 81 എന്ന് പറഞ്ഞാൽ 3, 27, 3, 9, 3, 3. ഓക്കെ, 3 ഇൻറ്റു നമുക്കിവിടെ എഴുതാം. 3 × 3 × 3 × 3. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ചെയ്തപ്പോൾ നമുക്ക് 3 ഇൻറ്റു എക്സ്ട്രാ ആണ് 3. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 3നെ വേറൊരു 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ 3യും ഈ 3യും ക്യാൻസലായിട്ട് 3 മാത്രം അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 81 ഷുഡ് ബി ഡിവൈഡഡ് by 3 to get a perfect cube. Okay, next one 128 ആണ്. സെക്കൻഡ് വൺ 128. ഓക്കെ, 128 എങ്ങനെ ചെയ്യുന്നത്? 128 ഫാക്ടറൈസ് ചെയ്യാം. 2, 64, 2, 32, 2, 16, 2, 8, 2, 4, 2, 2. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2 × 2 × 2 × 2 × 2 × 2 × 2 അല്ലേ? 3 ഇത് ഗ്രൂപ്പ് ചെയ്തു, ഈ ഒരു സെറ്റ് ഗ്രൂപ്പ് ചെയ്തു, ഇനിയുള്ള 2 എക്സ്ട്രാ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 128നെ ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുന്നത്. സോ ടു ഗെറ്റ് എ പെർഫെക്റ്റ് ക്യൂബ്. ഓക്കെ, എഴുതി ചേർക്കാം. ബാക്കി സെയിം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എല്ലായിടത്തും സെയിം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ 135 അല്ലേ? 135 ആണ് തേർഡ് വൺ. 135 ഡിവിഷൻ ഫാക്ടറൈസേഷൻ 45 3 15 3 5. അപ്പോൾ 3 × 3 × 3 × 5. അപ്പോൾ 3 ഇൻറ്റു സെറ്റ് 5 എക്സ്ട്രാ ആണ്. അപ്പോൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 5 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ 135 ഷുഡ് ബി ഡിവൈഡഡ് ബൈ 5 to get a perfect cube. Okay, ഇനി ഫോർത്ത് വൺ ആണ് ചെയ്യുന്നത്. ഫോർത്ത് വൺ ഏതാണ്? 192 ഫാക്ടറൈസ് ചെയ്യാം. 2, 96, 2, 48, 2, 24, 2, 12, 2, 6, 2, 3. സോ ഗ്രൂപ്പ് ചെയ്ത് നോക്കിയാലോ? 2 × 2 × 2 × 2 × 2 × 2 × 3 അല്ലേ? 2 ഒരു ഗ്രൂപ്പ്, നെക്സ്റ്റ് ഇതൊരു ഗ്രൂപ്പ്. എക്സ്ട്രാ വന്നിരിക്കുന്നത് 3 ആണ്. സോ 3നെ എന്ത് ചെയ്യണം? 192 വെച്ചിട്ട് 3 ഷുഡ് ബി ഡിവൈഡഡ് ബൈ 3 to get a perfect cube. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വൺ ചെയ്യാം. ലാസ്റ്റ് വൺ 704 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 704 2 352 2 176 2 88 2 44 2 22
to 11. ഓക്കെ, അപ്പോൾ നമുക്കിത് ഗ്രൂപ്പ് ചെയ്യാം. 2 into 2 into 2 into 2 into 2 into 2 into 11. ഓക്കെ, ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്. 11 ആണ് എക്സ്ട്രാ. അപ്പോൾ എന്ത് ചെയ്യണം? 704 should be divided by 11 to get a perfect cube. Okay. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പരീക്ഷിത് make a cuboid of plasticine of side 5 cm, 2 cm, 5 cm. Okay. How many side such cuboids will he need to form a cube? അപ്പോൾ ക്യൂബ് നമ്മൾ ഫോം ചെയ്യണമെങ്കിൽ എന്താണ്? 3 ഒരേ സെറ്റ് ഉണ്ടാവണം. ഒരു 5ൻ്റെ സെയിം 3 ഉണ്ടാവണം, 2ൻ്റെ 3 ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് എന്ത് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 5 cm, 2 cm, 5 cm, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയേ, 5 into 2 into 5. ഗ്രൂപ്പ് ചെയ്യാനായിട്ട് 5 2 നമുക്ക് എക്സ്ട്രാ ഒരെണ്ണം കൂടി വേണം. കാരണം എന്താണ്? ക്യൂബ് ഫോം ചെയ്യാൻ എത്ര എണ്ണം വേണം? 3 ഗ്രൂപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നോക്കിയേ, 5 into 5 into 5. ഓക്കെ, ഒരു 5 ഞാൻ മൾട്ടിപ്ലൈ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ 2 ഉള്ളൂ, ഇവിടെ 3 ആക്കി. 2 എത്ര എണ്ണം ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ 2 കൂടി വേണം. സോ 2 ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ്. ഇതല്ലാണ്ട് ഈ ഒരു ഡയമെൻഷനിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് നമുക്ക് ഫോം ചെയ്യുള്ളൂ, ഒരു പെർഫെക്റ്റ് ക്യൂബ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളപ്പോൾ എത്ര എണ്ണം മൾട്ടിപ്ലൈ ചെയ്തു? 5 into 2 into 2 അല്ലേ ചെയ്തത്? എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ഉള്ള ക്യൂബോയിഡ്, 20 ക്യൂബോയിഡ് നമുക്ക് വേണം. 20 ക്യൂബോയിഡ്സ് നമുക്ക് വേണം ടു ഫോം എ ക്യൂബ് ഓഫ് ഡയമെൻഷൻ ദിസ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ 20. അപ്പോൾ ഇത്രേ ഉള്ളൂ എക്സസൈസ് 7.1. അപ്പോൾ എല്ലാവർക്കും 7.1 എക്സസൈസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അതിനുശേഷം 7.2 കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ചാപ്റ്റർ തീരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വല്ല ചാപ്റ്ററിൻ്റെ സജഷൻസ്, ഏതെങ്കിലും ചാപ്റ്റർ ചെയ്യണം എന്നുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ.